ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സ്ലം സെയിൽ. സ്ലം സെയിൽ സ്ലം സെയില് നമ്മൾ ഓൾറെഡി ഇന്റർമീഡിയറ്റ് ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ എന്താണ് സ്ലം സെയിൽ എന്നുള്ളത് ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. സ്ലം സെയിലിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ബിസിനസ് മൊത്തത്തിൽ വിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിവിഷൻ മൊത്തത്തിൽ വിൽക്കുന്നു. സിമിലർ ടു ദാറ്റ് ഓഫ് മെർജർ. ഇപ്പൊ ഡിമെർജർ, ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഡിമെർജർ പഠിച്ച നമ്മുടെ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് നമ്മൾ എന്ത് ചെയ്യാണ്, അത് മൊത്തത്തിൽ എടുത്ത് മാറ്റി അതൊരു പ്രത്യേക കമ്പനിയാക്കി മാറ്റും. ഓക്കെ, നമ്മൾ വേറെ ആർക്കും കൊടുക്കുന്നില്ല, നമ്മൾ തന്നെ അത് നമ്മളൊരു പ്രത്യേക കമ്പനിയാക്കി മാറ്റുന്നതിന്, വേറൊരു കമ്പനിയാക്കി മാറ്റുകയാണ് ആ ഒരു ഡിവിഷൻ. അതിനായിട്ട് നമ്മൾ ഡിമെർജർ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മളൊരു ഡിവിഷനെ പൂർണ്ണമായിട്ട് നമ്മൾ വിൽക്കുകയാണ്, വേറെ ഒരാൾക്കും കൊടുക്കുകയാണ്. എനിക്കിനി വയ്യ, എനിക്ക് വേണ്ട, ഈ ഡിവിഷൻ നീ എടുത്തോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്യാണ്, ഡിവിഷൻ കൊടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ സ്ലം സെയിൽ. സോ സ്ലം സെയിലിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ പറയാണ്, ഇറ്റ് മീൻസ് ട്രാൻസ്ഫർ. ഒരു കൈമാറ്റമാണ്. ഇറ്റ് മീൻസ് ട്രാൻസ്ഫർ. ഓക്കെ, ഇറ്റ് മീൻസ് ട്രാൻസ്ഫർ by any means of undertaking for a lump sum consideration without assigning value to individual assets of such undertaking. നമ്മുടെ ഡിവിഷൻ അണ്ടർടേക്കിംഗ് ഒരു ബിസിനസ് മൊത്തത്തിൽ അങ്ങ് വിൽക്കുന്നു. അതിനകത്ത് എന്തൊക്കെ അസറ്റ് ഉണ്ടെന്നോ അതിന് എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടോ ഒന്നും നോക്കുന്നില്ല. മൊത്തത്തിൽ ആ ഒരു ബിസിനസിന്റെ മൊത്തം അസറ്റ് ലൈബിലിറ്റി എല്ലാം കൂടി ഒറ്റ വിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു. എനിക്കൊരു ടെക്സ്റ്റൈൽസ് കൊടുക്കാനുണ്ട്, ഒരു ടെക്സ്റ്റൈൽസ് മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു 5 കോടി രൂപയ്ക്ക് ഒരാൾക്കങ്ങ് വിൽക്കാം. അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് എനിക്കുണ്ട്, റെസ്റ്റോറന്റ് ഞാൻ 3 കോടി രൂപയ്ക്ക് എന്റെ റെസ്റ്റോറന്റ് ഞാൻ മൊത്തത്തിൽ കൊടുക്കാം. ഞാൻ ടെക്സ്റ്റൈൽസ് വിൽക്കുമ്പോൾ അതിനകത്ത് ഞാൻ എന്റെ സ്വന്തം ലാൻഡ് ആണെങ്കിൽ അത് വിൽക്കുന്നുണ്ടാവും, സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ അത് വിൽക്കുന്നുണ്ടാവും, അതിനകത്തിരിക്കുന്ന സ്റ്റോക്ക് മൊത്തം ഞാൻ വിൽക്കുന്നുണ്ടാവും, എനിക്ക് ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കുന്നുണ്ടാവും. ഇനി കൊടുക്കുന്ന ആളെ എന്റെ ലൈബിലിറ്റീസ് കൂടി ഏറ്റെടുക്കണം. ഇപ്പൊ എനിക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ലൈബിലിറ്റി അവൻ ഏറ്റെടുക്കണം, എനിക്ക് വേറെ ലോണോ ഓഡിയോ ഉണ്ടെങ്കിൽ ഇതെല്ലാം അവൻ ഏറ്റെടുക്കണം. അങ്ങനെ ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ വിൽക്കുന്നതിനെയാണ് നമ്മൾ സ്ലം സെയിൽ. ഈ സ്ലം സെയിൽ ഒരു ട്രാൻസ്ഫർ ആണ്. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടി. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ബിസിനസ് റീസ്ട്രക്ചറിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇത് നമ്മുടെ ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന ഒരു സെയിൽ ആയതുകൊണ്ടാണ്. ബിസിനസ്സിനകത്തുള്ള ഒരു ഡിവിഷൻ മൊത്തം വിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ബിസിനസ് റീസ്ട്രക്ചറിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇതിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് ഇതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. നമ്മളിപ്പോ സാധാരണഗതിയിൽ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഒരു എക്സെപ്ഷൻ ആണ്. സാധാരണ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നപ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഈ സ്ലം സെയിൽ നടക്കുമ്പോൾ ബിസിനസ് മൊത്തത്തിൽ വിൽക്കുമ്പോൾ ഒരു ബിസിനസ്സിനകത്തുള്ള എല്ലാ അസറ്റ് നമ്മൾ വിൽക്കുകയാണ്. ബിസിനസ്സിനകത്തുള്ള എല്ലാ അസറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാവും, നോൺ ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാവും, ഇതെല്ലാം വിൽക്കുന്നുണ്ടാവും. ഈവൻ സ്റ്റോക്ക് വിൽക്കും എന്ന് പറഞ്ഞല്ലോ, സ്റ്റോക്ക് ഉൾപ്പെടെ. സാധാരണ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് അല്ല. സ്റ്റോക്ക് വിറ്റാൽ നമുക്ക് ബിസിനസ് ഇൻകം ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ലോസ് ആണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ സ്റ്റോക്കിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല. ലാൻഡിന് ഇത്ര, ബിൽഡിങ്ങിന് ഇത്ര, സ്റ്റോക്കിന് എല്ലാത്തിനും കൂടെ ചേർത്ത് ഒറ്റ എമൗണ്ട് അങ്ങ് ഫിക്സ് ചെയ്യണം, എല്ലാം കൂടെ ചേർത്തിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ബിസിനസ് ഇൻകം അല്ല കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, മറിച്ച് എന്താണ്, ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ ചോദ്യം വരാം, എന്താണ്, സ്റ്റോക്ക് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ? ചോദ്യം ചോദിക്കത്തില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോക്ക് വിൽക്കുമ്പോഴും ക്യാപിറ്റൽ ഗെയിൻ വരുമോ? വരും. പല സാഹചര്യങ്ങളുണ്ട്. നമ്മൾ എന്നെ പഠിച്ചിട്ടുണ്ട്. FIIയുടെ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റീസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ പറയാണ്, നമ്മൾ എന്താണ്, ഒരു സ്ലം സെയിലിന്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ബിസിനസ് ഇൻകം അല്ല കമ്പ്യൂട്ട് ചെയ്യുന്നത്, മറിച്ച് എന്താണ്, ക്യാപിറ്റൽ ഗെയിൻ. ഇനി ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒന്ന്, ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ഇവിടെ എന്താണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ? ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ വിൽക്കുന്നു, ടെക്സ്റ്റൈൽസ് വിൽക്കുന്നു 5 കോടി രൂപ. ഈ 5 കോടി രൂപയാണ് നമ്മളെ സംബന്ധിച്ച് എന്തെന്ന് പറയുന്നത്, ഫുൾ വാല്യൂ കൺസിഡറേഷൻ. പക്ഷെ ഇവിടെ ഈ സെക്ഷൻ, ഇവിടെ നമ്മൾ സ്ലം സെയിൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയ വസ്തുവിന്റെ വില, ഇങ്ങോട്ട് കിട്ടിയതിന്റെ വില, ഇങ്ങോട്ട് കിട്ടിയത് കാശാണെങ്കിൽ അതിന്റെ വില എത്ര, 5 കോടി എങ്കിൽ അത്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയത് ചിലപ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കില്ല, മറ്റെന്തെങ്കിലും അസറ്റിന്റെ രൂപത്തിലാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കുക. ഇങ്ങോട്ട് ക്യാഷ് ആണ് കിട്ടുന്നതെങ്കിൽ അത്, ഇങ്ങോട്ട് മറ്റെന്തെങ്കിലും വസ്തുവാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങോട്ട് കിട്ടുന്ന എന്താണ്, ഇങ്ങോട്ട് കിട്ടുന്ന വസ്തുവിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇനി അതിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. അപ്പൊ ഇങ്ങോട്ട് ക്യാഷ് ആണ് കിട്ടുന്നതെങ്കിൽ എത്ര ക്യാഷ് കിട്ടി, ഇങ്ങോട്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, ഇങ്ങോട്ട് മറ്റെന്തെങ്കിലും അസറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് കിട്ടിയതിന്റെ വില അത് കണ്ടുപിടിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ അങ്ങോട്ട് കൊടുത്ത വസ്തുക്കളുണ്ടല്ലോ,
അതിന്റെ ഫെയർ മാർക്കറ്റ്. ഇങ്ങോട്ട് കിട്ടിയതിന്റെ ഫെയർ മാർക്കറ്റ്, അതിന്റെ ഇങ്ങോട്ട് കിട്ടിയതിന്റെ വില എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എന്നിട്ട് കമ്പയർ ചെയ്യുക. അതിലേതാണോ ഹയർ അതാണ് നമ്മൾ ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കേണ്ടത്. സോ ഇവിടെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? CVDT ഇവിടെ പറയുകയാണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ് വുഡ് ബി ഹയർ ഓഫ് fair market FMV1 being fair market value of capital asset transferred by way of slump sale. നമ്മൾ അങ്ങോട്ട് കൊടുത്തതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആൻഡ് ഏതെടുക്കുക, ഫെയർ മാർക്കറ്റ് വാല്യൂ 2 being the fair market value of consideration, പ്രതിഫലം ഇങ്ങോട്ട് കിട്ടിയതിന്റെ മാർക്കറ്റ് വാല്യൂ received or accruing as a result of transfer by way of slump sale. സോ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതെടുക്കാൻ പറയുന്നു, ഹയർ. ഈ ഹയർ വേണം നമ്മൾ ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കാൻ. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് എന്താണ്, ഫുൾ വാല്യൂ കൺസിഡറേഷൻ. രണ്ട്, എന്തെങ്കിലും ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ്, അല്ലാതെ ചില്ലറ എക്സ്പെൻസ്, ഇടയ്ക്ക് ബ്രോക്കറേജ്, ഇടനിലക്കാരനുണ്ടെങ്കിൽ അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, കുറയ്ക്കാം. then you will get net consideration. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സോ ആലോചിക്കണം, നമ്മളിവിടെ വിൽക്കുന്നത് എന്താണ്, ഒരു ബിസിനസ് അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് മൊത്തത്തിലാണ് വിൽക്കുന്നത്. സോ ആ ബിസിനസിന്റെ അല്ലെങ്കിൽ അണ്ടർടേക്കിങ്ങിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എടുക്കേണ്ടത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് വെച്ചാൽ നെറ്റ് വർത്ത് ഓഫ് ദ അണ്ടർടേക്കിംഗ്. ആ അണ്ടർടേക്കിങ്ങിന്റെ നെറ്റ് വർത്ത് ആണ് നമ്മൾ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. എന്ത്? നെറ്റ് വർത്ത്. നെറ്റ് വർത്തിന്റെ മീനിങ് നമുക്ക് നോക്കാം, താഴേക്ക് വരുന്നുണ്ട്. ഇനി ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നോക്കിയിട്ട് ഇൻഡെക്സേഷൻ ചെയ്യാറുണ്ടല്ലോ. ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സേഷൻ ചെയ്യാറില്ല. നോക്കൂ, ഇതിപ്പോ ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും ഇവിടെ ഇൻഡെക്സേഷൻ നമുക്ക് ലഭിക്കില്ല. നോ ഇൻഡെക്സേഷൻ. സോ ഇൻഡെക്സേഷൻ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഏത്, സ്ലം സെയിലിന്റെ ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും എത്രയാണോ നെറ്റ് വർത്ത് അത് തന്നെയാണ് കോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഇനി ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എങ്ങനെയാണ് അറിയേണ്ടത്? ആ അണ്ടർടേക്കിംഗ് നിലവിൽ അല്ലെങ്കിൽ ആ ബിസിനസ് അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് 36 മാസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ലോങ് ടേം. 36 മാസത്തിൽ കൂടുതൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും, ഷോർട്ട് ടേം. നോട്ട് മോർ ദാൻ 36 മന്ത്സ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഷോർട്ട് ടേം. അതർവൈസ് എന്തായിരിക്കും, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇത്രേ ഉള്ളൂ. സോ സ്ലം സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്ലം സെയിലിന്റെ കാര്യത്തിൽ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടതാണ് യു നീഡ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. എന്താണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കേണ്ടത്? ഒന്നുകിൽ നിങ്ങൾ കൊടുത്ത വസ്തുവിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടിയ കൺസിഡറേഷന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ചെവർ ഈസ് ഹയർ ആണ്. എന്താണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ? നെറ്റ് വർത്ത് ഓഫ് ദി അണ്ടർടേക്കിംഗ്. ഇൻഡെക്സേഷൻ കിട്ടുമോ? ഇല്ല. ലോങ് ടേം ഷോർട്ട് ടേം എങ്ങനെ തിരിച്ചറിയാം? 36 മാസത്തിൽ കൂടുതലുള്ള അണ്ടർടേക്കിംഗ് ആണെങ്കിൽ ലോങ് ടേം, 36 മാസത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടേം. ഇനി എങ്ങനെയാണ് ഈ നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്? നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർടേക്കിങ്ങിന്റെ മൊത്തം അസറ്റ് എടുക്കുക, മൊത്തം അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് നമ്മുടെ ലൈബിലിറ്റി കുറയ്ക്കുന്നതിനാണ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന നമ്മുടെ അണ്ടർടേക്കിംഗ്, നമ്മുടെ ബിസിനസിന്റെ മൊത്തം അസറ്റ് എടുക്കുക, അതിൽ നിന്ന് നമ്മുടെ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ബിസിനസിന്റെ മൊത്തം ലൈബിലിറ്റി എടുക്കുക. അസറ്റിൽ നിന്ന് ലൈബിലിറ്റി കുറച്ചാൽ മിച്ചം വരുന്നതാണ് എന്ത്, നെറ്റ്. സോ നെറ്റ് വർത്ത് ഷാൽ ബി, നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, aggregate value of, aggregate എന്ന് വെച്ചാൽ total value of the total assets of the undertaking എടുക്കുക, less value of liability of such undertaking as appearing in the, അപ്പൊ മൊത്തം അസറ്റിൽ നിന്ന് ലൈബിലിറ്റി കുറയ്ക്കുക. അപ്പൊ ഈ മൊത്തം അസറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ, ബാലൻസ് നമ്മൾ ഈ സ്ലം സെയിൽ നടക്കുന്നതിന് മുന്നേ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവുമല്ലോ ബിസിനസ്സിന്. ആ ബാലൻസ് ഷീറ്റിൽ നമുക്ക് പലതരത്തിലുള്ള അസറ്റ് ഉണ്ടാകും. അതിൽ തന്നെ ഡിപ്രീഷ്യബിൾ അസറ്റ് ഉണ്ടാകും, നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് ഉണ്ടാകും, കറണ്ട് അസറ്റ്സ് ഉണ്ടാകും, അങ്ങനെ പല ടൈപ്പിലുള്ള അസറ്റ്സ് അതിനകത്തുണ്ടാകും. അപ്പൊ അതില് ഈ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത്? അസറ്റിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുക്കുക നോക്കാം. ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ഗുഡ്വിൽ. നമ്മുടെ അസറ്റിനകത്ത് എന്തുണ്ട്? ഗുഡ്വിൽ ഓഫ് എ ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ട്, വിച്ച് ഹാസ് നോട്ട് ബീൻ അക്യൂർഡ് ബൈ അസസി ബൈ പർച്ചേസ് ഫ്രം എ പ്രീവിയസ് ഓൺ. അപ്പൊ നമുക്ക് ഗുഡ്വിൽ എന്ന് വെച്ചാൽ പേര്. ഓക്കെ, ഗുഡ്വിൽ നമുക്കറിയാം ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. പക്ഷെ ഗുഡ്വില് നമ്മൾ വേറെ ആരിൽ നിന്നും മേടിച്ചതല്ല, നമ്മൾ സ്വയം ജനറേറ്റ് ചെയ്ത ഗുഡ്വില്ലിനെ നമ്മൾ വാല്യൂ ചെയ്ത് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നിങ്ങൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നിങ്ങൾ കാശ് മുടക്കി മേടിച്ച ഗുഡ്വിൽ അല്ലല്ലോ. അപ്പൊ നിങ്ങൾ സ്വയം ജനറേറ്റ് ചെയ്ത ഗുഡ്വിൽ ആണ്, അതായത് സെൽഫ് ജനറേറ്റഡ് ആണെങ്കിൽ, ഇഫ് ദി ഗുഡ്വിൽ ഈസ് സെൽഫ് ജനറേറ്റഡ് then its cost shall be taken as nil. കോസ്റ്റ് എന്തായിട്ട് എടുക്കണം? 0. ഇനി ഡിപ്രീഷ്യബിൾ അസറ്റ് ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഡിപ്രീഷ്യബിൾ അസറ്റ് ഉണ്ടാവുമല്ലോ. ഡിപ്രീഷ്യബിൾ അസറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ബിൽഡിങ്, പ്ലാന്റ് മെഷീനറി, ഫർണിച്ചർ,
മറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഇതൊക്കെയാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെന്ന് പറയുന്നത് ഡിപ്രീഷ്യബിൾ അസറ്റ്സ്. ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ ആ അസറ്റിന്റെ WDV ആണ് എടുക്കേണ്ടത്, റിട്ടേൺ ഡൗൺ വാല്യൂ. പക്ഷെ അത് പുസ്തകത്തിൽ ബാലൻസ് ഷീറ്റിൽ കാണുന്ന റിട്ടേൺ ഡൗൺ വാല്യൂ അല്ല, റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് സച്ച് അസറ്റ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് നിയമപ്രകാരം ഇത്തരം അസറ്റുകൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാവുമല്ലോ, ആ ബ്ലോക്കിന്റെ WDV വേണം നമ്മൾ എടുക്കാൻ, അല്ലാതെ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന WDV അല്ല എടുക്കേണ്ടത്, മറിച്ച് WDV ഓഫ് ദി ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അസറ്റ്സ് ഉണ്ട്, ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് all of the expenditure has been allowed as deduction under section 35AD. 35AD എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സ്പെഷ്യൽ ബിസിനസ്, സ്പെസിഫൈഡ് ബിസിനസ്, 10-14ഓളം സ്പെസിഫൈഡ് ബിസിനസ്സുകളുണ്ട്. നമ്മളിപ്പോ അത്തരം ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ ബിസിനസ്സിന് വേണ്ടി നമ്മൾ മേടിക്കുന്ന അസറ്റിന് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടത്തില്ല. സ്പെസിഫൈഡ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ മേടിക്കുന്ന അസറ്റ്സിന് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടില്ല, മറിച്ച് ആ അസറ്റിന്റെ കോസ്റ്റ് വാങ്ങുന്ന വർഷം തന്നെ നിങ്ങൾക്ക് 35AD പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം ഇൻകം ടാക്സ്. ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് അസറ്റ് ഉണ്ടാകും, ആ അസറ്റിന്റെ കോസ്റ്റ് നിങ്ങൾ എന്തായിട്ടാണ് എടുക്കേണ്ടത്. നേരത്തെ സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള അസറ്റിന്റെ കോസ്റ്റ് 0 ആയിട്ട് എടുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ 35AD പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള അസറ്റിന്റെ കോസ്റ്റും നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കാം, പക്ഷെ അതും നിങ്ങൾ എടുക്കേണ്ട എന്താണ്, 0. മറ്റ് അസറ്റ്സ് ആണെന്നുണ്ടെങ്കിലും മറ്റ് അസറ്റ് ഒന്നും അല്ല. ഇപ്പൊ ലാൻഡ് എക്സാമ്പിൾ, നിങ്ങൾ എന്താ പറയുക, ലാൻഡ് ഒരു ഡിപ്രീഷ്യബിൾ അസറ്റ് ആണോ, അല്ല. അപ്പൊ അത് ഗുഡ് വിൽ ആണോ, അല്ല. 35AD പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നതാണോ, അല്ല. അപ്പോ അതുപോലെ തന്നെ ഡെറ്റേഴ്സ്, അതുപോലെ തന്നെ സ്റ്റോക്ക്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ക്യാഷ് ആൻഡ് ബാങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റ് അസറ്റ് ഉണ്ടല്ലോ. മറ്റ് അസറ്റിന് നിങ്ങൾ എന്ത് വാല്യൂ ആണ് എടുക്കുക, മറ്റ് അസറ്റ് നിങ്ങൾ എടുക്കുന്നത് ബുക്ക് വാല്യൂ ഓഫ് ഓൾ സച്ച്. ബാലൻസ് ഷീറ്റിൽ എത്രയാണോ കാണിക്കുന്നത് അത് അതേപടി അങ്ങ് എടുത്താൽ മതി. ഷോൺ ഇൻ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന വില അതേപടി എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ അസറ്റിന്റെ വാല്യൂ കിട്ടുന്നു. ഈ അസറ്റിന്റെ വാല്യൂ നിന്ന് നിങ്ങൾ എന്ത് കുറയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കുറയ്ക്കുന്നു. അതാണ് ഇവിടെ ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് അസറ്റ്, ടോട്ടൽ അസറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ലെസ് വാല്യൂ ഓഫ് ലൈബിലിറ്റി ഓഫ് സച്ച് അണ്ടർടേക്കിംഗ് ആസ് അപ്പിയറിംഗ് ഇൻ ദി, അതിൽ നിന്ന് ലൈബിലിറ്റീസിന്റെ വാല്യൂ എന്ത് ചെയ്യുക, കുറച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്, നെറ്റ്. അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നെറ്റ് വർത്ത് എന്ന്. ദെൻ ഇത് മാത്രം പോലെ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ദെൻ റിപ്പോർട്ട് ഓഫ് ആൻ അക്കൗണ്ടന്റിനെ പറ്റി പറയുന്നത് എന്താണ്, അസസി ഈസ് റിക്വയർഡ് ടു അപ്ലോഡ് 1 month prior to the due date of filing of the return of income a report of a chartered accountant in form 3CA indicating the computation of net worth of the undertaking or division and certifying that the net worth of undertaking or division has been correctly arrived in accordance with the provisions of this section. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ റിപ്പോർട്ട് കൂടി നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സമർപ്പിക്കണം. ആ റിപ്പോർട്ടിന്റെ ഫോം ഏതാണ്, 3CA. ഈ റിപ്പോർട്ട് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, ഈ റിപ്പോർട്ടിനകത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സർട്ടിഫൈ ചെയ്യേണ്ടത് എന്താണ്, നെറ്റ്വർത്ത് കമ്പ്യൂട്ടേഷൻ കറക്റ്റ് ആയിരുന്നു, അതായത് അസറ്റിന്റെ വിലയെല്ലാം എടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ്, കമ്പനി ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എടുത്തിട്ടില്ല, ഡിപ്രീഷ്യബിൾ അസറ്റ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് നിയമപ്രകാരമുള്ള WDV ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തായിരുന്നു, നമുക്ക് 35AD പ്രകാരമുള്ള അസറ്റ് ബാലൻസ് ഷീറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് നമ്മൾ എടുത്തിട്ടില്ല. മറ്റ് അസറ്റുകൾക്കെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ബുക്ക് വാല്യൂ ആണ്. അതുപോലെ ലൈബിലിറ്റിക്കെല്ലാം നമ്മൾ ബുക്ക് വാല്യൂ ആണ് എടുത്തിരിക്കുന്നത് എന്ന് സർട്ടിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചാർട്ടേഡ് അക്കൗണ്ടന്റിനുണ്ട്. So we need to find a chartered accountant and get a certificate from him and submit to the income tax department in the form 3CA എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഇപ്പൊ നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് we will do one question. അപ്പോൾ ഇത് ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം കുറച്ച് okay, we will do this question. Illustration number 3 നമുക്ക് നോക്കാം. X Limited has several undertaking carrying on several business. X Limited എന്ന് പറയുന്ന കമ്പനി പല ടൈപ്പിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. During the year 2023-24, 23-24 the company sold one of its undertaking. Okay, കമ്പനി അതിന്റെ ഒരു undertaking വിറ്റു. As it was continuously generating loss since last 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് ലോസിലായതുകൊണ്ട് അവർ ഒരു അണ്ടർടേക്കിംഗ് അവര് for a lump sum value of 300 lakhs 300 ലക്ഷം എന്ന് പറഞ്ഞ 3 CR 3 കോടി രൂപയ്ക്ക് വിറ്റു.
വിത്തൗട്ട് അസൈനിങ് വാല്യൂ ടു ഇൻഡിവിജ്വൽ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി. അപ്പൊ അസറ്റിനും ലൈബിലിറ്റിക്കൊന്നും വില നിശ്ചയിക്കാതെ മൊത്തത്തിൽ എന്ത് ചെയ്തു, 3 കോടി രൂപയ്ക്ക് വിറ്റു. അപ്പൊ അങ്ങനെ അതാണ്. ഇത് സ്ലം സെയിൽ ആണോ എന്ന് തിരിച്ചറിയാൻ ഈ ഒരൊറ്റ സെന്റൻസ് മതി. എന്താണ്? വിത്തൗട്ട് അസൈനിങ് വാല്യൂ ടു ഇൻഡിവിജ്വൽ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി. ഇൻഡിവിജ്വൽ അസറ്റിനോ ലൈബിലിറ്റിക്കോ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, വില പ്രത്യേകം ഈടാക്കുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? സ്ലം സെയിൽ. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓഫ് ദാറ്റ് യൂണിറ്റീസ്. നമ്മൾ കൈമാറിയ ആ അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണുള്ളത്? 350 lakhs. 350. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫെയർ മാർക്കറ്റ് വാല്യൂ 350 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ പറയാമല്ലോ, ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത വസ്തുവിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 1 എത്രയാണ്? 350. ഫെയർ മാർക്കറ്റ് വാല്യൂ 2 നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത് 300, വിച്ച് എവർ ഈസ് ഹയർ. അപ്പൊ നമ്മൾ എത്രയാണ് എടുക്കുക? 350, 350, 300, വിച്ച് എവർ ഈസ് ഹയർ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം, അവിടെ എന്താണ്? 350 ആണ് നമ്മളെ സംബന്ധിച്ച് എന്തെന്ന് പറയുന്നത്? ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ബ്രോക്കറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5% ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. ബ്രോക്കറേജ് നമ്മൾ എന്ത് ചെയ്യാം? ബ്രോക്കറേജ് നമ്മൾ കിട്ടിയ തുകയുടെ ബ്രോക്കറേജ് ഇപ്പൊ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ 300ന്റെ 5%. 300ന്റെ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 15 വരും. 15 CR നമുക്ക് അതിനകത്ത് ബ്രോക്കറേജ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കുറയ്ക്കണം. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? നെറ്റ് വർത്ത് നമ്മൾ കണ്ടുപിടിക്കും. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ടോട്ടൽ അസറ്റ് ഇവിടെ ഇപ്പൊ എന്തൊക്കെയുണ്ട്? ലാൻഡ് നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഇത് നോൺ ഡിപ്രീഷ്യബിൾ അല്ലേ? നോൺ ഡിപ്രീഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് എടുക്കുക? ബുക്ക് വാല്യൂ. മെഷീനറി ഡിപ്രീഷ്യബിൾ ആണ്. മെഷീനറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് എടുക്കുക? WDV. ബുക്ക് വാല്യൂ ഇവിടെ എത്ര കൊടുത്തിട്ടുണ്ട്? 50 lakhs ആണ് വാല്യൂ ഉള്ളത്. ബുക്ക് വാല്യൂ 50 lakhs ആണ്. അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70 lakhs. സോ നമ്മളിവിടെ ബുക്ക് വാല്യൂ എടുക്കണം. ബുക്ക് വാല്യൂ ഇപ്പൊ ഇവിടെ എത്ര വരുന്നുണ്ട്? 50 ആണ് വരിക. ഇനി മെഷീനറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെടുക്കണം? WDV. അതിന് എത്രയാണ് നമ്മൾ എടുക്കുക? 60 lakhs. ഇനി ഫർണിച്ചർ ഡിപ്രീഷ്യബിൾ ആണ്. അപ്പൊ നമ്മൾ ഏതെടുക്കണം? WDV ആണ് എടുക്കുക. WDV എത്രയുണ്ട്? സ്റ്റോക്ക് നമ്മൾ ഏതാണ് എടുക്കുക? ബുക്ക് വാല്യൂ ആണ് എടുക്കുക. ഡെറ്റേഴ്സ് ബുക്ക് വാല്യൂ ആണ് എടുക്കുക. ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി ആണ്. ബുക്ക് വാല്യൂ നമ്മൾ ഇതിന്ന് കുറയ്ക്കേണ്ടതാണ്. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് വർത്ത് ആവില്ലേ? നെറ്റ് വർത്ത് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. 50 + 60 + 90, 200, 230, 270. 270ൽ നിന്ന് 20 പോയാൽ 220. 220 ആയിരിക്കും നമ്മുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നമുക്ക് കമ്പ്യൂട്ടേഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വാല്യൂ ഓഫ് അസറ്റ്, ലാൻഡ് 50 ലക്ഷം, സ്റ്റോക്ക് 30 ലക്ഷം, 2 ബുക്ക് വാല്യൂ ആണ് എടുക്കുക. ഡെറ്റേഴ്സ് ബുക്ക് വാല്യൂ ആണ് എടുക്കുന്നത് 40 ലക്ഷം. മെഷീനറി WDV ആണ് എടുക്കുക 60 ലക്ഷം. ഫർണിച്ചർ WDV ആണ് എടുക്കുക 90 ലക്ഷം. എല്ലാം കൂടി 270 ലക്ഷം. ക്രെഡിറ്റേഴ്സ് ബുക്ക് വാല്യൂ ആണ് എടുക്കുക 50. സോ 220 lakhs. 220 lakhs. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ, സെയിൽ കൺസിഡറേഷൻ എത്രയുണ്ട്? നമ്മൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഹയർ എടുത്തിട്ടുണ്ട്. ഹയർ ഓഫ് ആക്ച്വൽ ആൻഡ് FMV. സോ 350 നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 5% ഓഫ് 300, 15 കുറച്ചു. അപ്പൊ ബാക്കി എത്ര വരുന്നുണ്ട്? 335 നമുക്ക് വരുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചിരിക്കുകയാണ്? കോസ്റ്റ് കുറച്ചു. സോ ബാക്കി 115 lakhs ആണ് നമ്മളെ സംബന്ധിച്ച് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ. അപ്പൊ ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? അതുകൂടി നോക്കണം. ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ള കാര്യം നമുക്ക് ഈ ക്വസ്റ്റനിൽ നിന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? എക്സ് ലിമിറ്റഡ് ഹാസ് സെവറൽ അണ്ടർടേക്കിംഗ് ഓൺ സെവറൽ ബിസിനസ്. During the year 23-24, company sold one of its as it was continuously generating loss since last 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് ലോസ്. അപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് അതവിടെ ഉണ്ട്. നമുക്കറിയാമല്ലോ, 36 മാസത്തിൽ കൂടുതലുള്ള അണ്ടർടേക്കിംഗ് ആണെങ്കിൽ ലോങ് ടേം. ഇപ്പൊ 5 വർഷം ഉണ്ടെന്ന് പറയാണ്. 60 മാസമായിട്ടുണ്ട്. മിനിമം 60 മാസമായിട്ട് അത് ലോസിലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതെന്തായി കഴിഞ്ഞു. ലോങ് ടേം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ വേറൊരു ഇല്ലസ്ട്രേഷൻ നമ്പർ 4. Messrs. AP, a wholesale enterprise, has sold one of its undertaking consisting of, അപ്പോൾ ഒരു
അസറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ് അവര് വൺ ഓഫ് ഇറ്റ്സ് അണ്ടർടേക്കിംഗ്, ഒരു അണ്ടർടേക്കിംഗ് മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, വിൽക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? മെഷീനറി എ, അതിന്റെ റേറ്റ് 30% ഡിപ്രീസിയേഷൻ ആണ്. ദെൻ മെഷീനറി എക്സ്, അതിന് 15% ഡിപ്രീസിയേഷൻ ആണ്. ബിൽഡിംഗ് ബി 10% ഡിപ്രീസിയേഷൻ ആണ് ഫോർ 15 lakh. സോ ഇതെല്ലാത്തിനും കൂടെ ചേർത്ത് ഈ 3 അസറ്റ്, മെഷീനറി എ, മെഷീനറി എക്സ്, ബിൽഡിംഗ് ബി, ഇത് 3ഉം കൂടെ ചേർത്തത് 15 ലക്ഷം രൂപയ്ക്ക് വിറ്റിരിക്കുകയാണ്. വിത്തോട് ഓരോ അസറ്റും പ്രത്യേകം വില എന്ത് ചെയ്തിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഇതെന്ത് തന്നെയാണ്, ലം സെയിൽ. ഇനി മെഷീനറി എ ഒറിജിനലി അക്വേർഡ് ഫോർ 5 lakh on 1/8/2020, 1/8/2020 കൊണ്ട് മേടിച്ച മെഷീനറിയാണ്. ബിൽഡിംഗ് ബി അക്വേർഡ് ഓൺ 17/7/2023. ഓക്കെ, സ്ലം സെയിൽ നടന്ന ഡേറ്റ് കൂടി നോക്കണം കേട്ടോ. സ്ലം സെയിൽ നടന്ന 1/9/2020 ആണ്. അതിന് ഒരു കഷ്ടിച്ചൊരു 1.5 മാസം മുന്നെയാണ് നമ്മൾ ഈ ബിൽഡിംഗ് ബി മേടിച്ചിരിക്കുന്നത്. എത്ര രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്? Then during the year new machinery Z 15% purchased for 5 lakh on, അതും എന്ന് തന്നെയാണ് 7/7/2023. ഈ മെഷീനറി ഇസഡ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സ്ലം സെയിലിന്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അതായത് അത് മേടിച്ചിരിക്കുന്നത് മെഷീനറി, നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? മെഷീനറി എ, അതുപോലെ തന്നെ മെഷീനറി എക്സ്, അതുപോലെ തന്നെ ബിൽഡിംഗ് ബി. ശരി, ഓക്കെ. കമ്പ്യൂട്ട് ഡിപ്രീസിയേഷൻ ഫോർ അസസ്മെന്റ് ഇയർ 24-25. അതായത് ഈ സ്ഥാപനത്തിന്റെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സ്ഥാപനം അതിന്റെ ഒരു ഡിവിഷൻ എന്ത് ചെയ്തു, വിറ്റു. സ്ഥാപനം അതിന്റെ ഒരു ഡിവിഷൻ വിറ്റതിന് ശേഷം സ്ലം സെയിൽ നടത്തി. സ്ലം സെയിൽ നടത്തിയതിന് ശേഷം ഇനി അവിടെ അവർ ബിസിനസ് തുടരുകയാണ്. അവരവിടെ അസറ്റ് ഉണ്ട്. ആ അസറ്റിന്റെ എന്ത് കമ്പ്യൂട്ട് ചെയ്യുക, ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക. മെഷീനറി റേറ്റ് 30% ഡിപ്രീസിയേഷൻ ഉള്ള മെഷീനറിയുടെ WDV എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 9 ലക്ഷം. 30% ഡിപ്രീസിയേഷൻ ഉള്ള മെഷീനറിയുടെ ബ്ലോക്കിനകത്താണ് നമ്മുടെ ഏത് മെഷീനറി വരുന്നത്? മെഷീനറി എ. ഇത് നമ്മൾ സ്ലം സെയിലായിട്ട് കൊടുത്തതാണ്. then അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിന്റെ 10%, യെസ്, നമ്മുടെ അതിന്റെ ബ്ലോക്കിന് WDV എത്രയുണ്ട്? 5 ലക്ഷം. അതിനകത്താണ് നമ്മൾ ബിൽഡിംഗ് ബി ഉൾപ്പെട്ടിട്ടുണ്ടാകുന്നത്. സോ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ ബ്ലോക്കിൽ നിന്നാണ് നമ്മൾ ബിൽഡിംഗ് ബി എന്ത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്ലം സെയിലായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ബ്ലോക്ക് നമുക്ക് ഒന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നു. എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുക, ഇതെങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക? അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. AP എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ എന്റർപ്രൈസ്. അപ്പൊ AP എന്ന് പറയുന്നത് ഒരു അസസിയാണ്, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസസിയാണ്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവന്റെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ, ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 2 ബ്ലോക്ക് ഏതൊക്കെയാണ്? ഒന്ന് മെഷീനറിയുടെ, മറ്റൊന്ന് ഏതിന്റെയാണ്? ബിൽഡിങ്ങിന്റെയാണ്. മെഷീനറി 30% ബ്ലോക്കിലുള്ള മെഷീനറിയുടെ ഡിപ്രീസിയേഷനും കമ്പ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ 10%, ബിൽഡിങ്ങിന്റെ 10% ഡിപ്രീസിയേഷനുള്ള ബിൽഡിങ്ങിന്റെ. പിന്നെ ഈ വർഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ലം സെയിലായിട്ട് ഒരു ഡിവിഷൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലോക്കിൽ നിന്ന് കുറച്ച് അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇറങ്ങി പോയിട്ടുമുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ടേഷൻ പോയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് ബ്ലോക്ക് ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആൻസറിൽ നിന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വർക്ക്ഔട്ട് ചെയ്തും കാണിച്ചു തരാം. ഡൗട്ട് കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ബ്ലോക്ക്. 2 മെഷീനറി നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബിൽഡിംഗ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ഓപ്പണിംഗ് WDV. ഡേറ്റിൽ ഒരു പ്രശ്നമുണ്ടല്ലേ. 1/4/2023 ഇവിടെ എഴുതിയിരിക്കുന്ന 1/4/2022 എന്നാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കത് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കത് 1/4/2023 ആക്കാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. യെസ്, എത്രയുണ്ട്? 9 ലക്ഷം. 9 ലക്ഷം. അതുപോലെ തന്നെ എന്താണ്? 5 ലക്ഷം. 5 ലക്ഷം. 9 ലക്ഷം. ആഡ് പർച്ചേസ് ഡ്യൂറിങ് ദി ഇയർ. ഈ വർഷം നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ?
എന്തെങ്കിലും മെഷീനറി 30% ഉള്ള മെഷീനറി എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ഒരു അഡീഷൻ ഡ്യൂറിങ് ദി ഇയർ എ ന്യൂ മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, ഈ ന്യൂ മെഷീനറി എത്ര ശതമാനം ഡിപ്രീസിയേഷൻ വരുന്നതാണ്? 15% ഡിപ്രീസിയേഷൻ വരുന്നതാണ്. അത് ഈ ബ്ലോക്കിനകത്ത് വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അത് അഡീഷൻസിനകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് വേറെ അഡീഷൻസ് ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് നിൽ. പക്ഷെ ബിൽഡിംഗ് നമ്മൾ പുതുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ് ബി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 4 ലക്ഷത്തിന്റെ പർച്ചേസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് WDV ആഡ് ഡിപ്രീസിയേഷന്റെ ഫോർമാറ്റ് ഓർക്കുന്നുണ്ടല്ലോ. ഓപ്പണിംഗ് WDV ആഡ് അഡീഷൻസ്. സോ ഇവിടെ 9 lakh 9. അടുത്ത എന്താണ്? ലെസ് ഡിലീഷൻസ്. ലെസ് സെയിൽ അണ്ടർ സ്ലം സെയിൽ. ലെസ് സെയിൽ അണ്ടർ സ്ലം സെയിൽ. അപ്പൊ നമ്മള് സെയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ട്, ഈ ബ്ലോക്കിൽ നിന്ന് സെയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ട്, ഈ ബ്ലോക്കിൽ നിന്ന് നമുക്ക് സെയിൽ വന്നിട്ടുണ്ട്. ഈ ബ്ലോക്കിൽ നിന്ന് സെയിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെ വന്നിട്ടുണ്ട്? മെഷീനറി എ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ബിൽഡിംഗ് ബിയും പോയിട്ടുണ്ട്. സോ ആ പോയ ബ്ലോക്കിൽ നിന്ന് പോയ അസറ്റിന്റെ എത്ര രൂപയ്ക്കാണോ പോയത് അത് നമ്മൾ എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം. പക്ഷെ അത് എത്ര രൂപയ്ക്കാണ് പോയത് നമുക്കറിയില്ലല്ലോ. നമ്മൾ സാധാരണ ബ്ലോക്കിൽ നിന്ന് കുറയ്ക്കുന്ന എന്താണ്? വാല്യൂ അറ്റ് വിച്ച് ദ അസറ്റ് ഈസ് ഡിസ്പോസ്ഡ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് WDV ആഡ് അഡീഷൻ ലെസ് ഡിലീഷൻ. ഡിലീഷൻ ചെയ്യേണ്ടത് എന്താണ്? എത്ര രൂപയ്ക്കാണ് സെയിൽ നടത്തിയത് അതാണ് ബ്ലോക്കിൽ നിന്ന് കുറയ്ക്കേണ്ടത്. പക്ഷെ നിങ്ങളിവിടെ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് പറയാൻ പറ്റൂ. കാരണം ഇത് എല്ലാം കൂടി ചേർത്ത് 15 ലക്ഷത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ബിൽഡിംഗ് ബി എത്ര രൂപയ്ക്കാണ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുപോലെ തന്നെ മെഷീനറി എ എത്ര രൂപയ്ക്കാണ് കൊടുത്തതെന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ നിലവിലെ WDV അവിടെ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കേണ്ടത്. ഈ അസറ്റിന്റെ WDV ആണ് കുറയ്ക്കേണ്ടത്. ഈ അസറ്റിന്റെ WDV. അപ്പൊ ആദ്യം മെഷീനറി എയുടെ WDV എങ്ങനെ? അതിന് വേണ്ടിയിട്ടാണ് ഈ വിവരം തന്നിരിക്കുന്നത്. മെഷീനറി എ മേടിച്ചിരിക്കുന്ന 1/8/2020 അതായത് ഏത് വർഷം? 2020-21. പിന്നെ 2021-22, 2022-23, 2023-24 വേണ്ട, 22-23 ഈ 3 വർഷത്തേക്കുള്ള അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്കിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ടാവും. 3 വർഷത്തെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 5 ലക്ഷം ഉണ്ട് ഡിപ്രീസിയേഷൻ. 2021 എത്രയുണ്ട്? 1,50,000. ഇതെങ്ങനെ 1,20,21 എത്ര ഡിപ്രീസിയേഷൻ വരും? മൊത്തം 5 lakh അല്ലേ? അതിന്റെ 30% എടുക്കുമ്പോൾ എത്ര വരുന്നുണ്ട്? 1,50,000. ഇനി 2021-22 എത്ര വരുന്നുണ്ട്? ക്ലോസിംഗ് WDV 3.5 ലക്ഷം വരും. 5 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ പോയാൽ ബാക്കി എത്രയാണ് വരിക? 3.5 ലക്ഷം. 3.5 ലക്ഷത്തിന് 30% എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1,05,000. 2022-23 എന്തായിരിക്കും സംഭവിക്കുക? 3.5 ലക്ഷത്തിൽ നിന്ന് 1,05,000 പോയി കഴിഞ്ഞാൽ 2,40,45,000 into 30%. അതാണ് ഇവിടെ 73,500 എന്ന് പറയും. സോ ഇത് എല്ലാം കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിപ്രീസിയേഷൻ 3,28,500 രൂപയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അതാണ് ഇവിടെ WDV എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് 1,71,500. ഇനി ബിൽഡിംഗ് ബി നമ്മൾ ഈ വർഷം തന്നെ മേടിച്ചതാണ്. ഈ വർഷം നമ്മൾ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിപ്രീസിയേഷൻ ഇടാനായിട്ട് പറ്റത്തില്ല. കാരണം എൻഡ് ഓഫ് ദി ഇയർ ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ഇടാൻ പറ്റത്തുള്ളൂ. സോ അത് നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നില്ല. സോ അതിന്റെ WDV എത്ര തന്നെയാണ്? 4 lakh. ഇതാണ് നമ്മൾ ഇവിടെ ആൻസറിൽ നിങ്ങൾ നോക്കിയേ കുറച്ചിരിക്കുന്നത്. ലെസ് ഡിലീഷൻസ് ഡ്യൂറിംഗ് ദി ഇയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് കൈമാറിയ അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ. ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് WDV ആഡ് അഡീഷൻ ലെസ് ഡിലീഷൻ. ഓക്കെ, ഡിലീഷൻ നടന്നിട്ടുണ്ടോ? ഉണ്ട്. മെഷീനറിയും ഡിലീഷൻ നടന്നിട്ടുണ്ട്, ബിൽഡിങ്ങിന്റെ ഡിലീഷൻ നടന്നിട്ടുണ്ട്. സോ ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്ര വരുന്നുണ്ട്? വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ. വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ. വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ എത്രയുണ്ട്? 7,28,500, 5 lakh. സോ അങ്ങനെ വരുമ്പോൾ ബാക്കി നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ 2,18,550, 50,000. ഇതാണ് ആൻസർ. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സംശയം ഉണ്ടാക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ പറയാം. മെഷീനറി എക്സിനെ എന്തുകൊണ്ട് നമ്മൾ തൊട്ടില്ല? അല്ലെ,
അതുപോലെ തന്നെ മെഷീനറി ഇസഡ് നമുക്ക് പുതുതായിട്ട് മേടിച്ചു, ഇതും നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഈ രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ പ്രോബ്ലത്തിൽ നമ്മൾ പരിഗണിച്ചില്ല? കാരണം നിങ്ങളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏതിന്റെ ഡിപ്രീസിയേഷൻ ആണ്? അതാ നോക്കി, ഈ രണ്ട് പ്രോഡക്റ്റിന്റെ ഈ രണ്ട് ബ്ലോക്കിന്റെ ഡിപ്രീസിയേഷൻ ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മെഷീനറി 30% ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ള മെഷീനറിയും 10% ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ള ബിൽഡിങ്ങുമാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മെഷീനറി എക്സും മെഷീനറി ഇസഡും നിങ്ങൾക്ക് പരിഗണിക്കാത്തത്. സോ അതാണ് ആൻസർ. നോക്കുക, ഇതാണ് ശരിക്കും ആ ഒരു ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിന്റെ ഒരു ഫോർമാറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ മേളിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ സ്ലം സെയിലായിട്ട് നിങ്ങൾ ഒരു അസറ്റ് കൈമാറി കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കേൾക്കുക, സ്ലം സെയിൽ നടക്കുമ്പോൾ നിങ്ങൾ ഒരു ഡിപ്രീഷ്യബിൾ അസറ്റ് നിങ്ങൾ ബ്ലോക്കിൽ നിന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മിച്ചമുള്ള ബ്ലോക്കിൽ നിങ്ങൾ എങ്ങനെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്ത അഡ്ജസ്റ്റ്മെന്റ്. WDV ഓഫ് ദി അസറ്റ് സോൾഡ് അണ്ടർ സ്ലം സെയിൽ. സ്ലം സെയിൽ നിങ്ങൾ സാധാരണ എന്താണ് ചെയ്യുക? ഓപ്പണിംഗ് WDV ദ ബിഗിനിങ് ഓഫ് ദ പ്രീവിയസ് ഇയർ, ആഡ് പർച്ചേസ് പ്ലസ് സെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റനിൽ വേറെ നിങ്ങൾക്ക് സെയിൽ ഒന്നും ഇല്ല, പക്ഷെ സ്ലം സെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ സ്ലം സെയിൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് നിങ്ങൾ കുറയ്ക്കേണ്ടത്. യെസ്, അതാണ് ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റനിൽ കണ്ടത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നമ്മൾ അങ്ങനെ സ്ലം സെയിലിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മളിപ്പോ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തു. സ്ലം സെയിലിന്റെ ഏരിയ ആണ് നമ്മളിപ്പോ ഇവിടെ. ബിസിനസ് റീസ്ട്രക്ചറിംഗിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് കംപ്ലീറ്റഡ് അമാൽഗമേഷൻ, വി ഹാവ് കംപ്ലീറ്റഡ് ഡീമർജർ, നൗ സ്ലം സെയിൽ.